ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മളെ ലാസ്റ്റ് ഡേ ആണ്. ഇവിടുത്തെ ഹോം കെയറത്തെ ലാസ്റ്റ് ഡേ ആണ്. സോ ഇവിടുത്തെ ഒരു ലാസ്റ്റ് ഡേ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ നമുക്കൊരു റിവ്യൂ ടൈപ്പ് എന്താണ് ഇവിടെ പറയാനുള്ളത് വെച്ചാൽ, അടിപൊളിയാണ്. ടോട്ടലി ഞാൻ പറഞ്ഞില്ലേ, നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. മൊത്തത്തിൽ അടിപൊളിയാണ്. ഒരു കുട്ടിൻ്റെ കുളിക്കാണെങ്കിലും അതേപോലെ ഓളെ എല്ലാ ടേക്ക് കെയറിങ്ങിനും കാര്യങ്ങൾക്കും എല്ലാം അടിപൊളിയാണ്. സംഭവം നല്ല അടിപൊളിയാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ബുധനാഴ്ചയും അതേപോലെ വെള്ളിയാഴ്ചയും അതേപോലെ ഞായറാഴ്ചയും സ്പെഷ്യൽ ഫുഡുകളുണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ചിക്കൻ, മട്ടൻ, കാട അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് നോൺ വെജും അതേപോലെ വെജും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവൾക്കുള്ള സൂപ്പ്, ഇഷ്ടം ബ്ലഡ് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ പേഷ്യൻറ്റിന് 6 നേരത്തെ ഭക്ഷണവും കൂടുള്ള ആൾക്ക് 3 നേരത്തെ ഭക്ഷണമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്താൽ മതി. എനിക്കിങ്ങനെ ഓർമ്മ ഉള്ളത് ഇങ്ങനെ പറയണം. സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്താൽ ഞാൻ ക്ലിയർ ഔട്ട് ചെയ്ത് തരാം. നമ്മൾ 30 ഡേയ്സിൻ്റെ പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് 30 ഡേയ്സ് കംപ്ലീറ്റ് ആവുകയാണ്. സോ നമ്മൾ എല്ലാം പാക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സോ എപ്പോൾ വേണമെങ്കിലും പോവാം, നമ്മുടെ പോസിബിലിറ്റീസ് പോലെയാണ്. ലൈക്ക് ഇപ്പോൾ രാവിലെ ചായ അടിച്ച് പോകണമെങ്കിൽ അങ്ങനെ പോവാം. അതില്ലെങ്കിൽ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് രാത്രിക്കൊക്കെ നിൽക്കണ്ടെന്നുള്ള അതാണ് എൻ്റെ ഒരു ഇത് ഐ തിങ്ക് തോന്നുന്നത്. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പോണതും അതുപോലെ തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. സോ ഇന്നത്തെ ഫുഡ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ബെഡ്ഷീറ്റും അതേപോലെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാണ്. സോ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് വിട വാങ്ങാണ് ഗായ്സ്, വിട. സോ നമ്മളിതാ പെട്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ നമ്മളെ സാധനമാണ്. പിന്നെ ഇത് ഒക്കെ കാര്യങ്ങൾ. ഓക്കെ, നമുക്കിത് പാക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് പെട്ടിയിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ആദ്യം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പെട്ടിക്ക് വെച്ചു. പിന്നെ കുറച്ച് ലഗേജിൽ ഞാൻ ഓൾറെഡി വെച്ചിരുന്നു. ഞാനിങ്ങനെ എടുക്കുന്ന സാധനം അപ്പോൾ തന്നെ ട്രോളിയിൽ വെക്കും. അങ്ങനെ ആലാബലായിട്ട് എല്ലായിടത്തും ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ തിരുമ്പിയതാണെങ്കിലും തിരുമ്പാത്തത് വേറൊരു കവറിലാക്കി സെറ്റ് ചെയ്തെങ്ങാണ്ട് വെക്കും. അല്ലെങ്കിൽ തിരുമ്പിയത് വേറെ രീതിയിൽ സെറ്റ് ചെയ്ത് അങ്ങനെ അപ്പം തന്നെ ഞാൻ എല്ലാ സാധനങ്ങളും റൂം അലങ്കോലാക്കി വെക്കണ്ടല്ലോ വിചാരിച്ചിട്ട് എല്ലാം ഞാൻ അപ്പം തന്നെ ട്രോളിയിൽ സെറ്റ് ചെയ്യും. ഇതും കൂടി വെച്ചിട്ട് നമ്മൾ ഫൈനലി നമ്മളെ സാധനം ക്ലോസ് ചെയ്യാണ് ഗൈസ്. പിന്നെ വേറെ 2-3 കൂട്ടം കൂടിയും വെക്കാണ്ട് ഞാൻ മറന്നൊക്കെയായിരുന്നു. പിന്നെ ഞാനത് അതിനാണ് പെട്ടി വീണ്ടും തുറന്നത്. ലാസ്റ്റ് ഫൈനലി ഞാൻ ആ സാധനം പോയി എടുത്തിട്ട് വന്നു. അങ്ങനെ ഏകദേശം എല്ലാ ഐറ്റംസും നമ്മൾ ട്രോളിയിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കി വന്നത് കവറിലായിട്ടും അതേപോലെ കിച്ചണിൽ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ മടക്കി ഞാൻ ഒതുക്കി സെറ്റാക്കി. ഇത് ഞാൻ ഓൾറെഡി തിരുമ്പിട്ടതായിരുന്നു, അപ്പോൾ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അതും ട്രോളിയിലൊക്കെ കുത്തി നിറച്ച് കയറ്റി ഗൈസ്. അങ്ങനെ കിച്ചണിന് കുറച്ച് പ്ലേറ്റും അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ്. നമുക്ക് സെൽഫ് കുക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഗ്യാസ് അടുപ്പൊക്കെ ഓല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സിലിണ്ടർ നമ്മൾ കൊണ്ടുപോകണം. പിന്നെ കുക്ക് ചെയ്യേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് 3 നേരം ഓൾറെഡി അവർ തരും. എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിലുള്ളൂ നമുക്കവിടെ കുക്ക് ചെയ്യേണ്ട ആവശ്യം. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ കിച്ചൺ ഐറ്റംസൊക്കെ കുറച്ച് കൊണ്ടുവന്നിരുന്നു, കുറച്ച് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. സോ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഇമ്മയാണ് ശരിക്കും ഇതിനൊക്കെ പാക്ക് ചെയ്യല്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇമ്മക്ക് ഇങ്ങനെ ഒരു കാലിന് പ്രശ്നം വന്നതുകൊണ്ട് ഞാൻ തന്നെ ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. എനിവേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ പാക്കിംഗ് പരിപാടി കഴിഞ്ഞു. ഓരോന്നായിട്ട് ഞാൻ പാക്ക് ചെയ്ത് താഴത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റൂം നമ്പർ 1 മുന്നുള്ള വീഡിയോയിൽ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ റൂം നമ്പർ 1 വരുന്നത്. അപ്പോൾ താഴത്തേക്ക് ഇറക്കേണ്ട ഒരു ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് റൂമിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ റൂമിൻ്റെ മുന്നിൽ തന്നെ വണ്ടി വന്നിട്ട്. സോ ഇന്നത്തെ ഒരു ഫുഡ് എന്ന് പറയുന്നത് അവൾക്ക് 11 മണിക്കല്ല, ഞങ്ങൾക്കല്ല 11 മണിക്ക് അവൾക്കുള്ള തൂമിച്ച് ചോറ് വന്നിട്ടുണ്ട്. അതും കഴിച്ച് നമ്മൾ നേരെ ഞങ്ങള് ഒച്ച് ഓള് മറ്റോളെ ഒച്ചിനെ കണ്ടിട്ട് എന്നോട് പറഞ്ഞേ ശംഖ് എടുത്തോ ഗൈസ്. പ്രഗ്നന്റ് ലേഡി അല്ല, എന്താണ് ഡെലിവറി ലേഡി. അവൾക്ക് ചെറിയതായിട്ടൊരു ജലദോഷം പനിയൊക്കെ. സോ നമ്മളൊന്ന് ഡോക്ടറെ കാണിക്കാൻ വിചാരിച്ചു. നമ്മളങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പ്രിസ്ക്രിപ്ഷൻ എടുത്താൽ പാല് കൊടുക്കണമെന്ന അമ്മയല്ലേ. സോ കുട്ടിക്ക് എഫക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ മന്ദമായി നമ്മൾ ഇവിടുത്തെ ക്ലിനിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
സോ ഇപ്പം ലാസ്റ്റിക്കാണ് ഓൾക്ക് ഈ പ്രശ്നം വന്നത് അല്ലേ? അപ്പോൾ ഉള്ളിലേക്ക് ചെറിയൊരു പനി വരുന്ന പോലെയൊക്കെ ഉണ്ട് പറഞ്ഞു. സോ നമുക്ക് വരുന്നതിൻ്റെ മുന്നേ തടഞ്ഞു വെക്കാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഡോക്ടറെ കണ്ട് മഴ ചാർന്നു, മരുന്നൊക്കെ വാങ്ങി, ജലദോഷത്തിൻ്റെ മരുന്ന് കുടിച്ച് എന്തോ ക്ഷീണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഈ വീട്ടിൽ 2 കുട്ടികളുണ്ടോ, ഇവിടെ ഊനാലൊക്കെ ഉണ്ട്. സോ മരുന്നൊക്കെ വാങ്ങി നമ്മൾ നേരെ മെട്രോക്ക്. അവർ ക്ഷീണം ഉണ്ടെങ്കിൽ പിന്നെയും വരുള്ളൂ, നമ്മളിന്ന് പോകില്ലേ, പിന്നെ എങ്ങനെ പിന്നെ വരിക? ഇപ്പോൾ ഇത് കാണിക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കാം. ഏതാ പൊട്ട ഡോക്ടറെ? സോ ഗൈസ്, ഇന്നത്തെ ഒരു ഡേ എന്നൊക്കെ പറയണത് ഇതൊക്കെയാണ്. ചോറ് വന്നിക്കണാവല്ലേ? 12 സോ അവർ കൗണ്ട് ഡൗൺ ഈസ് സ്റ്റാർട്ടിങ് നൗ. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. നമ്മൾ പോകുന്നതിനനുബന്ധിച്ച് അവർ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും അതുപോലെ സാലഡും കാര്യങ്ങളൊക്കെയാണ് അന്നത്തെ സ്പെഷ്യൽ ഉണ്ടായിരുന്നത്. നമ്മൾ പോകുന്നതിനനുബന്ധിച്ചിട്ടല്ല, നമ്മൾ ബുധനാഴ്ചയാണ് ഇറങ്ങിയത്. സോ ബുധനാഴ്ച അവിടെ സ്പെഷ്യൽ ഡേ ആണ് ശരിക്ക്. സോ ഇന്ന് നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു. കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. ഏകദേശം നമ്മൾ വെക്കേറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. സോ അവിടുത്തെ ചേച്ചിമാരും കാര്യങ്ങളൊക്കെ കുട്ടീനെ കാണാനും അതേപോലെ നാഫിനെ കാണാനൊക്കെ വന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കും ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫോട്ടോ സെക്ഷനും കഴിഞ്ഞു. അങ്ങനെ വാപ്പ നമ്മൾ എന്തെങ്കിലും മധുരം കൊടുക്കുത്തരാം. സോ ആ മധുരം എന്തെങ്കിലും ബ്ലഡ് എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചിട്ട് വാപ്പ അതിന് പോയിക്കുന്നു. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ് ഞങ്ങൾ. സോ ഗൈസ്, നമ്മളെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. സോ ഫോട്ടോ സെക്ഷനും പിന്നെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഇവിടെ പോകുമ്പോൾ എന്തോ ലഡു എടുക്കൽ പരിപാടിയൊക്കെ ഉണ്ട് തോന്നുന്നു. സോ നമുക്കതറിയാമല്ല, ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പം വാപ്പ ലഡു വാങ്ങാൻ വേണ്ടി പോയിക്കാണ്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ. സോ നമ്മളെ ഇവിടുത്തെ സുഖവാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്ക് ടു റുട്ടീൻ. അങ്ങനെ ലഡു വാങ്ങാൻ പോയ ആൾ തിരിച്ചു വന്നത് ഓട്ടോയിലായിരുന്നു ഗൈസ്. അങ്ങനെ ലഡുവും കാര്യങ്ങളൊക്കെ വാങ്ങി അതൊക്കെ അവിടെ വിതരണം ചെയ്ത് ബാക്കിയുള്ള നമ്മൾ അവിടെ തന്നെ കൊടുത്തു. ഇതാണ് ഒരു ഔട്ട്ലുക്ക് വരുന്നത്. ഞാൻ അത് എല്ലാ വീഡിയോസിലും ഇൻക്ലൂഡ് ചെയ്യലുണ്ട്. അത്യാവശ്യം നല്ല റൂമും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിലാണ് തരുന്നത്. അങ്ങനെ നമ്മൾ അവരെ വീട്ടിൽ കൊണ്ടാക്കി. ഇനി ഉമ്മാനോടൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം എന്താ. അടിപൊളിയായിരുന്നു. ഇഷ്ടമായോ? ഇഷ്ടമായി. അങ്ങനെ നാഫിയാക്ക് വീട്ടിലെത്തിയ പൊലിവായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ.